കല്യാണക്കത്ത് ശേഖരിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ഒരുങ്ങുന്ന ഒരാളുണ്ട് കോഴിക്കോട് നഗരത്തിൽ. നടക്കാവ് സ്വദേശി MK ലത്തീഫാണ് പുതിയൊരു അപൂർവത സ്വന്തമാക്കാൻ തയ്യാറെടുക്കുന്നത്. കല്യാണക്കത്തിന് ക്ഷണക്കത്ത് എന്നു മുതൽ ആരംഭിച്ചു എന്നത് കല്യാണ ചടങ്ങോളം പഴക്കമുണ്ടാകും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്താൽ ഇത്തരം കല്യാണക്കത്തെടുത്ത് ശേഖരിച്ചാണ് കോഴിക്കോട് സ്വദേശി MK ലത്തീഫ് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കുന്നത്. 8 വർഷത്തെ പ്രയത്നവും കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ നിന്നുമുള്ള ക്ഷണക്കത്തുകളുമാണ് ഏറെയുമുള്ളത്. പ്രിന്റ് കത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ക്ഷണിക്കുന്ന കാലം കടന്നുപോകുന്ന ഇക്കാലത്ത് ലത്തീഫിന്റെ പരിശ്രമം റെക്കോർഡിനപ്പുറം ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് MK ലത്തീഫ് പറഞ്ഞു. കല്യാണക്കത്ത് ശേഖരിക്കാൻ പ്രചോദനം എന്ന് പറഞ്ഞാൽ വരും തലമുറ, പുതിയ തലമുറ ഇനി കല്യാണക്കത്ത് അടിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് പല ക്ഷണം വരുന്നത് വാട്സപ്പിൽ കൂടിയും ഇമെയിലിൽ കൂടിയാണ്. പിന്നെ ഇപ്പോൾ ആകെ നമ്മൾ കല്യാണ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഒരു കത്ത് മാത്രം അടിക്കുന്ന കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് നശിച്ചു പോയിരിക്കും, പഴയത് ശേഖരിച്ച് നമ്മളത് ഗിന്നസ് റെക്കോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് പുതിയൊരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. 1944 മുതൽ 2024 മാർച്ചിലെ ക്ഷണക്കത്ത് വരെ 2320 എണ്ണം ശേഖരണത്തിലുണ്ട്. നിലവിൽ ഗിന്നസ് റെക്കോർഡ് പാകിസ്ഥാൻ സ്വദേശി സാം മുഹമ്മദിനാണ്. 341 ക്ഷണക്കത്താണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്. നിലവിലെ റെക്കോർഡ് മറികടക്കാൻ 344 എണ്ണം പ്രദർശിപ്പിക്കണമെന്നാണ് ഗിന്നസ് അധികൃതരുടെ നിർദ്ദേശം. നടക്കാവ് B.Ed ട്രെയിനിംഗ് സെന്ററിലെ ക്ലാസ് മുറിയിൽ ചിത്രീകരണത്തിനായി കത്തുകൾ പ്രദർശിപ്പിച്ചു. ഗിന്നസ് പ്രതിനിധി സലീം പടവണ്ണയും സംഘവും ക്ഷണക്കത്തിന്റെ എണ്ണവും ദൈർഘ്യവും തിട്ടപ്പെടുത്തി. ഡിസൈനില്ലാത്ത കത്ത് മുതൽ വിവാഹിതരുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയതും 2021 കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഉൾപ്പെടുത്തിയതും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതും അമേരിക്കൻ മലയാളി ദമ്പതികളുടെ ക്ഷണക്കത്ത് വരെ ശേഖരണത്തിൽ പുതുമയായുണ്ട്. 2 പതിറ്റാണ്ടായി പുരാവസ്തു നാണയം, കറൻസി ശേഖരം വിദ്യാലയങ്ങളിൽ സൗജന്യമായി പ്രദർശിപ്പിക്കുന്ന ലത്തീഫ് കറൻസിയിൽ നിന്നും ജന്മദിനം കണ്ടെത്തുന്ന ഹോബിയുമുണ്ട്. ACV ന്യൂസ്, കോഴിക്കോട്.